പ്രിലിംസ് 2024 ചോദിച്ചുള്ള 17ാമത്തെ ചോദ്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ 17ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ് എന്നുള്ള ഒരു ചോദ്യമാണ്. വിത്ത് റെഫറൻസ് ടു പെർഫ്ലൂറോ ആൽക്കിൽ ആൻഡ് polyfluoro alkyl substances PFAS that are used in making many consumer products. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ചോദ്യത്തിന് ആദ്യത്തെ ഭാഗം വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും ഈ ഒരു സംഭവം നിങ്ങൾ സ്റ്റാറ്റിക് ആയിട്ട് ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല. എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടാവാൻ സാധ്യത അത് കറണ്ട് അഫയേഴ്സിലാണ്. ഇൻ കേസ് ഒട്ടും പഠിച്ചിട്ടില്ല എങ്കിൽ ജസ്റ്റ് കറണ്ട് അഫയേഴ്സും പഠിച്ചിട്ടില്ല, നോളജ് വൈസ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു ചോദ്യമായിട്ട് ഇതിനെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ, പക്ഷേ ഇവിടെ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് വളരെ സിമ്പിൾ ആയിട്ട് ലോജിക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, ഈവൻ കോമൺ സെൻസ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കാം. അത് ചിന്തിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ UPSC സിവിൽ സർവീസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ ആരും തന്നെ ഈ PFAS എന്ന് പറയുന്ന മെറ്റീരിയലിനെ കുറിച്ച് സ്പെസിഫിക് ആയിട്ട് പഠിക്കാൻ സാധ്യതയൊന്നുമില്ല അല്ലെ, ആരും സിലബസിലുള്ള പഠിക്കാൻ സാധ്യത. പിന്നെ UPSC ഇങ്ങനെ ഒരു പർട്ടിക്കുലർ മെറ്റീരിയലിനെ കുറിച്ച് ഇത്ര സ്പെസിഫിക് ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ സോ UPSC നിങ്ങളുടെ നോളജിനെ അല്ല ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പിക്കാം. പിന്നെ എന്താ ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്? നിങ്ങളുടെ കോമൺ സെൻസിനെയാണ് ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്, നിങ്ങളുടെ ലോജിക്കൽ ഡിഡക്ഷൻസിനെയാണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് ലോജിക്കലി അപ്രോച്ച് ചെയ്ത് നോക്കാം, നമുക്ക് നോളജ് ഒന്നുമില്ല എന്നുള്ള കാഴ്ചപ്പാടിൽ. ഓക്കെ, UPSC തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ചോദ്യം ഒന്നുകൂടി വായിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും. UPSC തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ മേക്കിംഗ് മെനി കൺസ്യൂമർ പ്രോഡക്ട്സ്. ഈ കൺസ്യൂമർ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈനംദിനത്തിൽ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകളാണ്, കൺസംഷൻ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകളാണ് കൺസ്യൂമർ പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പല സാധനങ്ങളിലും ഈ ഒരു പെർഫ്ലൂറോ ആൽക്കൈൽ അതുപോലെ തന്നെ പോളിഫ്ലൂറോ ആൽക്കൈൽ സബ്സ്റ്റൻസുകൾ അടങ്ങിയിട്ടുണ്ട് എന്ന് UPSC തന്നെ പറയുന്നുണ്ട്. ഇനി PFAS ആർ ഫൗണ്ട് ടു ബി വൈഡ് സ്പ്രെഡ് ഇൻ ഡ്രിങ്കിങ് വാട്ടർ, ഫുഡ് ആൻഡ് ഫുഡ് പാക്കേജിംഗ് മെറ്റീരിയൽസ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന കൺസ്യൂമർ പ്രൊഡക്റ്റുകളിൽ ഇതുണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കൺസ്യൂമർ പ്രൊഡക്റ്റ് ആണ് ബോട്ടിൽ വാട്ടർ, അതായത് ബോട്ടിൽ വാട്ടർ. അപ്പോൾ ഈ ബോട്ടിൽ വാട്ടറിന്റെ ബോട്ടിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കുടിക്കുന്ന കുടിവെള്ളത്തിൽ ഇത് ഉണ്ടാവാൻ സാധ്യതയില്ലേ? നമ്മൾ ഭക്ഷണം വാങ്ങുന്ന, ഇപ്പോൾ പാർസലൊക്കെ വാങ്ങുന്ന പ്ലാസ്റ്റിക് കവറിലൊക്കെ നമ്മൾ വാങ്ങാറുണ്ട്, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോക്സിലൊക്കെ നമ്മൾ ഭക്ഷണം പാക്ക് ചെയ്ത് വാങ്ങാറുണ്ട്. അപ്പോൾ അതിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട് തന്നെ, പല കൺസ്യൂമർ പ്രൊഡക്റ്റിലും ഉപയോഗിക്കുന്നുണ്ട് വരുന്നത്. പക്ഷേ ഏതിലാണെന്ന് സ്പെസിഫിക്കലി പറഞ്ഞിട്ടില്ല. അത് കുടിക്കുന്ന വെള്ളത്തിന്റെ ആവാം, അല്ലെങ്കിൽ ഭക്ഷണം പാർസൽ വാങ്ങുന്ന പാത്രത്തിലാവാം, അതിലുണ്ടായിക്കൂടെ. ഈവൻ നമ്മുടെ വീടുകളിലേക്ക് വാട്ടർ സപ്ലൈക്ക് ഉപയോഗിക്കുന്ന പൈപ്പുകളുണ്ട്, പൈപ്പിൽ ഇത്തരത്തിലുള്ള മെറ്റീരിയൽസ് യൂസ് ഉണ്ടെങ്കിൽ അതും എന്ത് ചെയ്യുക, ഡ്രിങ്കിങ് വാട്ടറിലേക്ക് ഉണ്ടാവും. സോ പാക്കേജിങ് മെറ്റീരിയൽസിലും ഫുഡിലും അതുപോലെ വെള്ളത്തിലും കുടിക്കുന്ന വെള്ളത്തിലൊക്കെ ഇത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞത് അതൊരു കൺസ്യൂമർ പ്രൊഡക്റ്റിൽ ഉപയോഗിക്കുന്ന വസ്തു ആയതുകൊണ്ട് തന്നെ ശരിയാവാനുള്ള സാധ്യതയുണ്ട് അല്ലേ. സോ നമുക്കിത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാവാൻ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഓർത്ത് വെക്കേണ്ട കാര്യം, UPSC നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാവാനാണോ സാധ്യത തെറ്റാവാനാണോ സാധ്യത എന്ന് കണ്ടുപിടിക്കുക. കാരണം ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാവാൻ 50% സാധ്യതയും തെറ്റാവാൻ 50% സാധ്യതയാണ്. അതായത് ഇത് നമ്മളൊരു സൂചിയുടെ മേലെ വെക്കുവാണെങ്കിൽ ഈക്വൽ ചാൻസസ് ആണുള്ളത്. അപ്പൊ നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ട ആ സ്റ്റേറ്റ്മെന്റിന് എങ്ങോട്ടെങ്കിലും ഒരു ചായ്വുണ്ടോ എന്ന് കണ്ടുപിടിക്കണം. അത് ശരിയാവാനാണോ സാധ്യത കൂടുതൽ തെറ്റാവാനാണോ സാധ്യത കൂടുതൽ എന്ന് നോക്കണം. അപ്പൊ ഇവിടെ അതൊരു കൺസ്യൂമർ ഗുഡിൽ യൂസ് ചെയ്യുന്നതാണ്, അതുപോലെ തന്നെ വെള്ളത്തിലും ഫുഡിലും ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ PFAS ആർ നോട്ട് ഈസിലി ഡീഗ്രേഡഡ് ഇൻ ദ എൻവയോൺമെന്റ് എന്നാണ് പറയുന്നതായിട്ടുള്ളത്. നോട്ട് ഈസിലി ഡീഗ്രേഡഡ് അല്ലേ. അപ്പോൾ PFAS എന്ന് പറയുന്ന മെറ്റീരിയൽ അത്ര എളുപ്പത്തിൽ എൻവയോൺമെന്റിൽ ഡീഗ്രേഡ് ചെയ്യാൻ സാധ്യതയില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് കൺസ്യൂമർ ഗുഡ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഡ്രിങ്കിങ് വാട്ടറിലും ഫുഡിലും ഒക്കെ പാക്കേജിങ്ങിൽ വരാണ്ട്. അപ്പോൾ ഇത് എളുപ്പത്തിൽ എൻവയോൺമെന്റിൽ ഡീഗ്രേഡ് ചെയ്യുന്ന ഒരു വസ്തു ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടില്ല. കാരണം മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കണമെന്ന് വെച്ചാൽ അത് ബയോ അക്യുമുലേഷന് കാരണമാകുന്നതാണ്. അപ്പോൾ ഈ ഒരു സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കുവാണെങ്കിൽ നോട്ട് ഈസിലി ഡീഗ്രേഡഡ്, അതായത് മേ ബി അത് ഡീഗ്രേഡ് ചെയ്യുന്നുണ്ടാവാം, പക്ഷെ അത്ര എളുപ്പത്തിൽ ഡീഗ്രേഡ് ചെയ്യുന്നില്ല. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് കുറെ കൂടി ജനറലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. അത് ഡീഗ്രേഡ് ചെയ്യാത്തൊരു മെറ്റീരിയൽ ആണെങ്കിൽ PFAS ആർ നോട്ട് ഡീഗ്രേഡഡ് ഇൻ ദ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അത് എന്തായി, PFAS ഒരിക്കലും ഡീഗ്രേഡ് ചെയ്യില്ല എന്നുള്ളൊരു രീതിയിലേക്ക് വന്ന് അതിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, PFAS ആർ നോട്ട് ഈസിലി ഡീഗ്രേഡ് എന്ന രീതിയിൽ ചേർത്തു. PFAS അത്ര എളുപ്പത്തിൽ ഡീഗ്രേഡ് ചെയ്യുന്നില്ല. അപ്പോൾ PFAS എന്ന് പറഞ്ഞ ഒരു മെറ്റീരിയൽ മണ്ണിലുണ്ട് എന്ന് വിചാരിച്ചോ, ഇത് ഡീഗ്രേഡ് ചെയ്യുമോ ഡീഗ്രേഡ് ചെയ്യില്ലയോ എന്നാണ് നിങ്ങൾ തീരുമാനിക്കേണ്ടത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രകാരം ഇത് ഡീഗ്രേഡ് ചെയ്യില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ,
നിങ്ങൾ ഇന്ന് നോക്കി ഡീഗ്രേഡ് ചെയ്യുന്നില്ല, 10 വർഷം കഴിഞ്ഞ് നോക്കി ഡീഗ്രേഡ് ചെയ്യുന്നില്ല, 100 വർഷം കഴിഞ്ഞ് നോക്കി ഡീഗ്രേഡ് ചെയ്യുന്നില്ല, 1000 വർഷം കഴിഞ്ഞ് നോക്കി ഡീഗ്രേഡ് ചെയ്യുന്നില്ല. ഇനി അത് എന്നിട്ട് നിങ്ങൾക്ക് ഇത് ഡീഗ്രേഡ് ചെയ്യൂല എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. കാരണം നോട്ട് ഈസിലി ഡീഗ്രേഡഡ് ആണ്. അപ്പൊ അത് ചിലപ്പോൾ 10 ലക്ഷം വർഷം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഡീഗ്രേഡ് ചെയ്യുന്നുണ്ടാവുക. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാവാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ടുള്ളത്. എങ്ങനെയാണ് ആ ലോജിക്ക് വർക്ക്ഔട്ട് ചെയ്യാവുന്നതെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ആ സെന്റൻസ് ആണ് നമ്മളെ ലോജിക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും ശരിയാണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് തേർഡ് സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാം. Persistent exposure to PFAS can lead to bioaccumulation in animal bodies എന്നാണ് പറയുന്നത്. Can lead to. അപ്പോൾ പേഴ്സിസ്റ്റന്റ് എക്സ്പോഷർ ടു PFAS നമ്മൾ ഓൾറെഡി പറഞ്ഞു, കുടിക്കുന്ന വെള്ളത്തിൽ, ഭക്ഷണത്തിൽ, പാക്കേജിംഗ് മെറ്റീരിയൽ PFS ഉണ്ട്. സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിലേക്ക് അത് പോകും. അത് നമ്മുടെ ശരീരത്തിൽ അക്യുമുലേറ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഓൾറെഡി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, അത് നോട്ട് ഈസിലി ഡീഗ്രേഡഡ് എന്നാണ് പറഞ്ഞത്. ഇൻ ദ എൻവയോൺമെന്റിൽ ഡീഗ്രേഡ് ചെയ്യില്ല, നമ്മുടെ വയറ്റിന്റെ അകത്തും പിന്നെ ഡീഗ്രേഡ് ചെയ്യാൻ സാധ്യതയൊന്നുമില്ല, കാരണം ബാക്ടീരിയ ഒന്നും അതിനെ ദഹിപ്പിക്കാനൊന്നും പറ്റില്ല. സോ ഇത് ബയോ അക്കുമുലേഷൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ അകത്ത് അടിഞ്ഞുകൂടാൻ സാധ്യതയുണ്ട്. അതും ക്യാൻ ലീഡ് ടു എന്നാണ് പറയുന്നത്. അതായത് അടിഞ്ഞുകൂടാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. സാധ്യതയില്ലേ? സാധ്യതയുണ്ട്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാവാനാണോ സാധ്യത കൂടുതൽ, തെറ്റാവാനാണോ സാധ്യത കൂടുതൽ? തീർച്ചയായിട്ടും ശരിയാവാനാണ് സാധ്യത കൂടുതൽ. കാരണം പെർസിസ്റ്റന്റ് എക്സ്പോഷർ ടു PFAS നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുണ്ട്, വെള്ളത്തിലുണ്ട്. ഇത് ശരീരത്തിൽ അക്യുമുലേറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലുണ്ട്. അക്യുമുലേറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലുണ്ട്. ബയോഡിഗ്രേഡബിൾ അല്ല, അത് നമ്മുടെ ശരീരത്തിനകത്തും അക്യുമുലേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എവിടെയും കുടുങ്ങിക്കിടക്കാനുള്ള സാധ്യതയുണ്ട്, അക്യുമുലേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാവാനാണ് സാധ്യത കൂടുതൽ. സോ അൾട്ടിമേറ്റ്ലി വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കറക്റ്റ് എന്നാണ് ചോദ്യം. സോ ഏതൊക്കെയാ കറക്റ്റ്? all 1, 2 and 3 are correct. ഓക്കെ, അപ്പൊ ഇവിടെ ചോദ്യം PFAS എന്ന് പറയുന്നത് നമുക്ക് ആർക്കും അറിയാത്ത, ആ സിവിൽ സർവീസ് എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ 99% ഞാൻ പറയുന്നില്ല, 90% ആൾക്കാർക്കും അറിയാത്തതാണ്. 10% ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും, അവരാരാണെന്ന് ഞാൻ പറഞ്ഞുതരാം. 90% ആൾക്കാർക്കും അറിയാത്തൊരു ചോദ്യമാണ്. ബട്ട് നമ്മുടെ ലോജിക്കും നമ്മുടെ റീസണിങ്ങും ഒക്കെ ഉപയോഗിച്ച് നമുക്ക് നല്ലൊരു ട്രൈ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കും. ഈ ഒരു കേസിൽ 1, 2, 3 എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഉത്തരമാണ്. അപ്പൊ 90% ആർക്കും അറിയില്ല, ഈ 10% ആൾക്കാർക്ക് അറിയാം എന്ന് പറയുന്നുണ്ടല്ലേ. അപ്പൊ ആരാ ഈ 10% ആൾക്കാര്? അവരാണ് ദിവസേന ഹിന്ദു ന്യൂസ് പേപ്പർ പഠിക്കുന്ന ആൾക്കാര്. കാരണം ഈ ഒരു ടോപ്പിക്ക് 2024 ഏപ്രിൽ 19-ാം തീയതി ദ ഹിന്ദു ന്യൂസ് പേപ്പറിൽ വന്നിട്ടുള്ളതാണ്. പോളിഫ്ലൂറോ ആൽക്കൈൽ സബ്സ്റ്റൻസിനെ കുറിച്ചാണ് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ, തമിഴ്നാട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനോട് ഈ ഒരു കെമിക്കൽസിനെ സംബന്ധിച്ച്, തമിഴ്നാടിലെ വാട്ടർ ബോഡീസിൽ ഈ ഒരു കെമിക്കൽസ് കൂടുതലായി കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ടും ഈ കെമിക്കൽസിനെതിരെ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തമിഴ്നാട് നോട് NGT നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് ഹിന്ദു ന്യൂസ് പേപ്പറിൽ വാർത്തയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇത് ലേണേഴ്സ് ന്യൂസ് അനാലിസിൽ ജാനുവരി ഡിസംബർ കറണ്ട് അഫയേഴ്സ് അനാലിസിസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഏപ്രിൽ 19-ാം തീയതിയിലെ കറണ്ട് അഫയേഴ്സ് അനാലിസിസിലെ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട് എന്ന് ഓർത്ത് നോക്കുക. ഇനി ഈ ഒരു കറണ്ട് അഫയേഴ്സ് പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്, കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ട് നോക്കിയിട്ടുള്ള ആൾക്കാരാണ്, അവർക്ക് ഈ ചോദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ളതായിരിക്കും. ബിക്കോസ് അതിൽ നമ്മൾ പറയുന്നുണ്ട്, ഈ ഒരു സബ്സ്റ്റൻസ് എന്ന് വെച്ചാൽ കെമിക്കൽസ് ആണ്. ഇതെന്ത് ചെയ്യുന്നുണ്ട്? കോട്ടിങ്ങുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതായിട്ടുള്ളത്. അതായത് ഹീറ്റ്, ഓയിൽ, സ്റ്റെയിൻസ്, ഗ്രീസ്, വാട്ടർ കോട്ടിങ്ങുകൾ, അതായത് വെള്ളം പറ്റിപ്പിടിക്കാതിരിക്കുക, ഓയിൽ പറ്റിപ്പിടിക്കാതിരിക്കുക ഒക്കെ വേണ്ടിയിട്ട് കോട്ടിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയലാണ്. ഇത് നിങ്ങൾ എവിടെ കാണും? ഭക്ഷണം പൊതിയുന്ന, ഭക്ഷണം ഉപയോഗിക്കുന്ന പല സ്ഥലങ്ങളിലും നിങ്ങൾക്ക് ഈ കോട്ടിങ്ങുകൾ കാണാൻ പറ്റും. ഇത് സിന്തറ്റിക് മെറ്റീരിയൽ ആണ്. ഡു നോട്ട് ഡീഗ്രേഡ് ഇൻ ദ എൻവയോൺമെന്റിൽ ഡീഗ്രേഡ് ചെയ്യൂല. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കിട്ടിയല്ലോ. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കിട്ടി. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് കിട്ടി, ഇറ്റ് ഓൾസോ ലീഡ് ടു അഡ്വേഴ്സ് ഹെൽത്ത് ഇഫക്ട്സ്, ലിവർ ഡാമേജ്, ഹോർമോണൽ ഇംബാലൻസ്, ഇമ്മ്യൂൺ സിസ്റ്റം ഇഫക്ട്, ഈവൻ ക്യാൻസർ. നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ അക്യുമുലേറ്റ് ചെയ്ത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ്. അപ്പോൾ 3 സ്റ്റേറ്റ്മെന്റ് ഇവിടെ നിന്നാണ് ക്ലിയർലി ഫോം ചെയ്തിട്ടുള്ളത്. ഹിന്ദു ന്യൂസ് പേപ്പറിൽ വന്ന ടോപ്പിക്കാണ്. ഈ ഒരു ടോപ്പിക്ക് പഠിച്ച 10% ആൾക്കാർക്ക്, അല്ലെങ്കിൽ ആ 10% ആൾക്കാർ ഈ ഒരു ടോപ്പിക്ക് ഹിന്ദു ന്യൂസ് പേപ്പറിൽ നിന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതൊരു നോളജ് ബേസ്ഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് എന്നുള്ള ക്വസ്റ്റൻ ആണ്. ഈവൻ അങ്ങനെ അല്ല എങ്കിൽ പോലും നമുക്ക് നമ്മുടെ ലോജിക് ഉപയോഗിച്ച് അതിനെ ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യവും നമ്മൾ കണ്ടു. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കറണ്ട് അഫയേഴ്സിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ്. UPSCക്ക് സിവിൽ സർവീസ് എക്സാമിന് കറണ്ട് അഫയേഴ്സിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് വളരെ വളരെ ക്രിട്ടിക്കൽ ആണ് എന്നുള്ളത് ഓർത്ത് വെക്കാം. അപ്പോൾ എല്ലാ ദിവസവും കറണ്ട് ന്യൂസ് പേപ്പർ പഠിക്കുക, അതിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നോട്ട് ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ലേണേഴ്സിന്റെ ഹിന്ദു ന്യൂസ് അനാലിസിസ് നിങ്ങൾക്ക് ഡെയിലി ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. ലേണേഴ്സിന്റെ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിലും ലേണേഴ്സ് ആപ്പ് ത്രൂവും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. ലേണേഴ്സ് യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലേണേഴ്സിന്റെ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ഈ ഒരു ജോയിൻ ബട്ടണിൽ പ്രസ് ചെയ്താൽ മാസം 159 രൂപയ്ക്ക്
ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. സിവിൽ സർവീസ് എക്സാമിന് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ മാസം ഈ ഒരു 159 രൂപ നൽകി ഈ ഒരു ക്ലാസ്സുകൾ അറ്റ്ലീസ്റ്റ് മിനിമം നിങ്ങൾ കൃത്യമായി പഠിക്കുന്നുണ്ടെങ്കിലും കാണാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് വരുന്ന ഭൂരിഭാഗം ചോദ്യങ്ങളെയും അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ലഭിക്കും എന്നുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. ഇനി ലേണേഴ്സിന്റെ മറ്റ് ക്ലാസ്സുകളെ കുറിച്ചും കോഴ്സുകളെ കുറിച്ചും ഒക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലേണേഴ്സിന്റെ ആപ്പ് ത്രൂ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലേണേഴ്സിനെ ഈ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ലേണേഴ്സ് ആപ്പ് നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു ദിവസം അടുത്തൊരു ചോദ്യമായിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.